പഠനകാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? മഹാത്മാഗാന്ധിയെ. കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായ ബഷീറിന്റെ കൃതി. തങ്കം. ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ അതേ പേരിൽ സിനിമയായിട്ടുണ്ട്. ഈ സിനിമ സംവിധാനം ചെയ്തതാര്? അടൂർ ഗോപാലകൃഷ്ണൻ. ഇന്റുപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു, ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട് എന്നീ ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര്? ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ എന്നീ കഥാപാത്രങ്ങളുള്ള ബഷീറിന്റെ കൃതി. ആനവാരിയും പൊൻകുരിശും. ഏതു മരവുമായാണ് ബഷീറിന് ജീവിതത്തിലും സാഹിത്യത്തിലും വലിയ ബന്ധമുണ്ടായിരുന്നത്? മാംഗോസ്റ്റിൻ മരം. ഉജ്ജീവനം മാസികയിൽ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലികാനാമം? പ്രഭ. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ? P.A. ബക്കർ. വർഷം 1985. സാഹിത്യലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീറിന്റെ കൃതി. ശബ്ദങ്ങൾ. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി. ബാലാമണിയമ്മ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? E.M. അഷ്റഫ്. ബഷീർ രചിച്ച ബാല്യസാഹിത്യകൃതി ഏത്? സർപ്പയജ്ഞം. ബഷീറിന്റെ ഏത് കഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഭാർഗവീ നിലയം? നീലവെളിച്ചം. 2 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യുക.